ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ യോഗ ദർശനത്തെക്കുറിച്ച്, യോഗ മാർഗത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ആസനം നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ആരോഗ്യമെന്ന് പറയുന്നത് നമ്മളുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ കൃത്യമായി ഫങ്ഷൻ ചെയ്യിക്കുക, അതാണ് ആരോഗ്യ ലക്ഷണം. അല്ലാതെ കുറേ മസിലുകൾ കാണിച്ചതുകൊണ്ടോ ഷേപ്പ് കാണിച്ചതുകൊണ്ടൊന്നും ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ആരോഗ്യത്തിന് വേറെ കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇങ്ങനെ നമ്മൾ ആസന പ്രാക്ടീസ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്ക് നമുക്ക് ഇതിലിരിക്കാനായിട്ട് സാധിച്ചാൽ പിന്നീടാണ് പ്രാണായാമം, ആസനം, പ്രാണായാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്തിനാണ് പ്രാണായാമം ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന എനർജിയുണ്ട്, ഇലക്ട്രിസിറ്റി, അത് നമുക്ക് പ്രാണനാണ്. ഈ പ്രാണൻ ശരിയായ രീതിയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ ശരീരം പ്രവർത്തിക്കില്ല. ഇപ്പോൾ പാരാലിസിസ് വന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. തളർന്നു പോയിട്ടുണ്ട്, ശരീരം ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ടാവാം, ഒരു കൈ തളർന്നു പോയിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ്? ആ സ്ഥലത്തേക്കുള്ള പ്രാണൻ്റെ ഒഴുക്ക് നിലച്ചുപോയി, അതുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്. പക്ഷെ അത് നമ്മുടെ മൈക്രോസ്കോപ്പിലൂടെയോ മറ്റൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാണായാമം നമ്മൾ പരിശീലിക്കേണ്ടത്. അത് ഒരു ഗുരുവിൽ നിന്ന് വേണം പരിശീലിക്കാൻ. ഇത് നമുക്ക് പരിശീലിക്കാൻ പറ്റുമ്പോൾ മനസ്സിനെയും കൂടി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പ്രാണനെ നിയന്ത്രിക്കുന്നതിലൂടെ മനസ്സിനെയും നമുക്ക് നിയന്ത്രിക്കാം. അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചു വരുമ്പോഴാണ് നമുക്ക് വെളിയിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ അതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കി തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് പ്രത്യാഹാരം. വെളിയിലേക്ക് പോകുന്നതിന് തിരിച്ചെടുക്കുക, പ്രത്യാഹാരം. അപ്പോൾ ആ പ്രത്യാഹരിക്കുന്ന പ്രക്രിയ എപ്പോഴും ആന്തരികമാണ്, വെളിയിലുള്ളതല്ല. അപ്പോൾ വെളിയിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളായാലും കർമ്മേന്ദ്രിയങ്ങളായാലും അതിൻ്റെ ദോഷവശങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരിക. അവിടെ കുറച്ച് ചിലപ്പോൾ ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും മനസ്സിലാക്കിക്കാൻ. ആ പ്രക്രിയയാണ്, ആ ഫോഴ്സ് കൊടുക്കുന്ന ഒന്നാണ് ധാരണ എന്ന് പറയും. മനസ്സിനെ, ഇന്ദ്രിയങ്ങളെല്ലാം കൂടി നമ്മൾ കുറച്ച് ബലപ്രയോഗത്തിലൂടെ, കാരണം ആദ്യം അത് ആവശ്യം വരികയാണ്, ഒരു പ്രത്യേക ഇതിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു പ്രക്രിയ. അത് കഴിയുമ്പോഴാണ് ധ്യാനത്തിലേക്ക് വരുന്നത്. ആ ധ്യാനം എന്ന് പറയുന്നത് യാതൊരു ഫോഴ്സും കൂടാതെ, ബലപ്രയോഗം കൂടാതെ മനസ്സിനെ ഒരു പ്രത്യേക പോയിന്റിൽ കൊണ്ടു നിർത്തുന്ന പ്രക്രിയയാണ്. അപ്പോൾ അവിടെ രൂപം ഉണ്ടാവാം, അങ്ങനെയുള്ള എന്തെങ്കിലും. പക്ഷേ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത തലത്തിലേക്കാണ് സമാധി എന്ന് പറയുന്നത്. അപ്പം നാമരൂപങ്ങളില്ലാത്ത ശുദ്ധമായിട്ടുള്ള ആ ചൈതന്യം മാത്രമായിരിക്കുന്ന ആ അവസ്ഥയാണ് ശരിക്കുള്ള സമാധി എന്ന് പറയുന്നത്. അപ്പോൾ സവികൽപ്പ സമാധി എന്നും നിർവികൽപ്പ സമാധി എന്നൊക്കെ പല ഇതിലൊക്കെ അവർ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വികല്പം ഉള്ളിടത്തോളം കാലം അവിടെ മനസ്സുണ്ടാവും, നേരെ മറിച്ച് ഒന്നുമില്ലാതെ നിർവികല്പമായിട്ട്. അപ്പോൾ മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം പരിപൂർണമായി സ്വാഭാവികമായിട്ട് എവിടെയാണോ നിശ്ചലമാകുന്നത് ആ തലമാണ് യോഗ ദർശനത്തിൽ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ബലം ഉപയോഗിച്ച് ചില സങ്കല്പങ്ങളോട് കൂടിയാണ് ഇവർ ഈ ഒരു തലത്തിലേക്ക് പോകുന്നത്. ചിലർക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു തലത്തിലേക്ക് അവർ പോകും. ആ സമാധി അവസ്ഥയിലാണ് ശരിക്കുള്ള ആനന്ദം. കാരണം അവിടെ ദ്വൈതമില്ല, ശുദ്ധമായിട്ടുള്ള പരമ്പൊരുൾ മാത്രമാണുള്ളത്. അത് ആനന്ദ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്ന ധാരാളം മഹാത്മാക്കൾ എത്രയോ നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നവരുണ്ട്, ചില മണിക്കൂറുകൾ, അങ്ങനെ പല അവരവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച്. അപ്പം ഇങ്ങനെ യോഗ ദർശനപ്രകാരം സമാധി ആകുക,
സമാധിയിലേക്ക് പോകുക. പക്ഷേ ശരീരം ഉപേക്ഷിക്കുന്നതിനെയും സമാധി എന്ന് പറയുന്നുണ്ട്. അത് ഈ യമനിയമാസന പ്രാണായാമാദികളിലൂടെ പരിപൂർണമായിട്ട് പ്രാണനെ നിയന്ത്രിക്കാൻ ആ ഒരു സിദ്ധി കൈവരിച്ചിട്ടുള്ള യോഗികൾക്ക് കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഈ ശരീരം ഉപേക്ഷിക്കണം എന്നവർക്കറിയാം. അതനുസരിച്ച് അവരെന്ത് ചെയ്യും? ഈ ശരീരത്തെ, ആ കർമ്മങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ ഉപേക്ഷിക്കും. അവർ പ്രാണനെ, ഓരോരോ പ്രാണനെയും പഞ്ചപ്രാണൻ, അതിൻ്റെ ചില ഇതൊക്കെയുണ്ട്. ഈ പ്രാണനെല്ലാം അവർ ഓരോന്നായിട്ട് വിഡ്രോ ചെയ്ത് പിൻവലിച്ച് ഇതിനെ ഈ ശരീരത്തിൽ നിന്ന് വിടുവിക്കും. അപ്പോൾ അത് മിക്കവാറും യോഗികൾ ചെയ്യുന്നത് ബ്രഹ്മരന്ധ്രം എന്ന് പറയും. അത് നമ്മുടെ തലയുടെ ഉച്ചിയിൽ ആ ഒരു സോഫ്റ്റായിട്ടുള്ള ഭാഗമുണ്ട്. അതിലൂടെയാണ് ആ പ്രാണനെ യോഗികൾ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് ഉത്തമമായിട്ടുള്ള അങ്ങനെ സമാധിയൊക്കെ ആകുന്ന ആളുകളുടെ ഉച്ചിയിൽ രക്തം ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പ്രാണൻ ഏത് വഴിക്കാണ് പോയത് എന്ന് തിരിച്ചറിയുക, അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും സമാധി എന്ന് പറയുന്നത് വലിയൊരു തലമാണ്. അത് പരിശീലിക്കുവാനും ഉത്തമരായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്തു നിന്ന് വേണം പരിശീലിക്കാനായിട്ട്. അതിന് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.